അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ അംബിയാഇ വൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി വഇത്രതിഹി വസ്സാലിഹീന അജ്മഈൻ വബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പുതിയ വിദ്യാഭ്യാസ വർഷത്തിലേക്ക് കടക്കുകയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ പരിചയപ്പെടുത്തുക, അത് പ്രയോജനപ്പെടുത്തേണ്ടവരെ ക്ഷണിക്കുക ഒക്കെ പതിവുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനമാണ് മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം. പരിശുദ്ധ ഖുർആൻ ഇഖ്റയിൽ തുടങ്ങിയതാണ്, വായനയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിക്കാൻ കൽപ്പിക്കപ്പെടുമ്പോൾ വായിക്കാൻ മുന്നിൽ പുസ്തകമോ കിതാബോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വായിക്കുക എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത് വായിക്കുക എന്നല്ല, അതിനൊക്കെ അപ്പുറത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നാണ്. അതിന് ഒരുപാട് ഏടുകളുണ്ട്. ഈ പ്രപഞ്ചം അങ്ങനെ വായിക്കപ്പെടേണ്ട ഒരു ഏടായിട്ട്, കിതാബായിട്ട്, പുസ്തകമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുക, നിരീക്ഷണം നടത്തുക, നിലപാടുകളിൽ എത്തിച്ചേരുക, അതാണ് ഇഖ്റഇൻ്റെ താല്പര്യം. അവിടെ തുടങ്ങിയതാണ് നമ്മൾ. വായന പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക, ഗ്രാഹ്യശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. അത് എപ്പോഴും വളരെ സജീവമായിട്ട് ചെയ്യപ്പെടേണ്ട പ്രവർത്തനമാണ്. പുതിയ ലോക സാഹചര്യം അത് നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ചിന്താ മണ്ഡലത്തെ മറ്റൊരിക്കലും ഗണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലാത്ത വിധം ഈ പുതിയ കാലം മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ടും ഈ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുള്ളതായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ വിനീതമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാഠ്യപദ്ധതികൾ, സിലബസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ എന്ന് നിഷ്കളങ്കമായിട്ട് തന്നെ ആളുകൾ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ കുറച്ചേ മാറ്റുന്നുള്ളൂ, കൂടുതൽ മാറ്റപ്പെടേണ്ടതാണ്. കാരണം കാലം അത്രമേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾക്കൊപ്പം നമ്മൾ യാത്ര ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഒരുപാട് മാറ്റങ്ങൾ അടുത്ത ജൂണിൽ തുടങ്ങുന്ന ഇയറിൽ നടപ്പാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അടിസ്ഥാന തീരുമാനങ്ങളായിട്ടുണ്ട്, വിശദാംശങ്ങൾ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ ഒരുപക്ഷെ ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗം നമ്മുടെ കേരളത്തിലേതായാലും കാണാൻ പോകുന്ന വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങളായിരിക്കുമെന്നാണ് വിനീതമായിട്ട് വിചാരിക്കുന്നത്. കുട്ടികളെ സ്വീകരിക്കുന്ന പ്രായം അതത്ര വലിയ കാര്യമൊന്നുമല്ല, എന്നാലും അത് കാര്യം തന്നെയാണ്. ഫൗണ്ടേഷൻ എന്ന ഒരു സ്ട്രീം ഇപ്പം നമ്മൾ പുതുതായിട്ട് അവതരിപ്പിക്കുകയാണ്. സ്കൂൾ 7ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളെ സ്കൂൾ 8, 9, 10 ക്ലാസ്സുകളിൽ പ്രവേശിപ്പിക്കുകയും അവരെ നല്ല രീതിയിൽ സ്കൂൾ ഫൈനൽ എഴുതാൻ സജ്ജീകരിക്കുകയാണ് പ്രാഥമികമായിട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ സ്കൂൾ ഘട്ടത്തിൽ വേണ്ട വിധം പഠിക്കുന്നില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. സർക്കാർ ഒരു പക്ഷേ സ്വീകരിച്ചിട്ടുള്ള നയം വല്ലാതെ ശ്രദ്ധിച്ചു പഠിക്കണ്ട എന്ന് കുട്ടികളോട് പറയുന്ന ഒരു നയമാണ്. കാരണം പഠിച്ചവനെയും പഠിക്കാത്തവനെയും ഒക്കെ
ഉദാരമായിട്ട് വിശാലമായിട്ട് ജയിപ്പിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ആ രംഗത്ത് പുനരാലോചന നടക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. നമ്മളെന്തായാലും തേടി വരുന്ന കുട്ടികളെ 8-9 ക്ലാസ്സുകളിൽ നന്നായിട്ട് പഠിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. ഈ അറിവിൻ്റെ ലക്ഷ്യം ഏതൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണോ കുട്ടി പഠിക്കുന്നത്, സർട്ടിഫിക്കറ്റ് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ളതാവുക എന്നത് ശരിയല്ല. ആ ഘട്ടത്തിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ പഠിതാവ് നല്ല രീതിയിൽ പഠിച്ച് അതുമായി താതാത്മ്യം കൊള്ളുക എന്ന ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. അപ്പോൾ SSLC ഘട്ടത്തിൽ അഥവാ 8, 9, 10 ക്ലാസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സിലബസ് പ്രകാരം കുട്ടി പഠിക്കേണ്ടത്. അത് നന്നായി പഠിക്കുകയും നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യണമെന്ന ഒരു തിരിച്ചറിവ് കൂടി ഈ മാറ്റത്തിന് പിന്നിലുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ ഇപ്പോൾ നമ്മൾ വാഫി കോഴ്സ് അല്ലെങ്കിൽ വഫിയ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിക പഠനം ഒരുപാട് കുത്തി നിറക്കുമോ, അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, ഒരു ചോദ്യം ഉണ്ടാവും. കുത്തി നിറക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുത്തി നിറക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മൾ വാസ്തവത്തിൽ അവിടെ കുറേ അറിവുകൾ കോരി നിറക്കാനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവിടെ കുട്ടികൾക്ക് ഒരു നല്ല മനുഷ്യനാകാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഡാറ്റകൾ, ഒരുപാട് അറിവുകൾ കുട്ടിക്ക് ഫീഡ് ചെയ്യുക എന്നതിനപ്പുറത്ത് വളരെ സരളമായ ഹൃദ്യമായ അന്തരീക്ഷത്തിൽ പരമാവധി കഴിയുന്നത്ര കുട്ടിയെ വളർത്തുകയും ഏത് സിലബസാണോ കുട്ടി പഠിക്കുന്നത് അത് നന്നായി പഠിക്കുകയും ചെയ്യാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക. അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുട്ടികളെ അഖ്ലാഖ് പഠിപ്പിക്കേണ്ടതുണ്ട്, ധർമ്മ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ ധർമ്മ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ചാൽ പഠിയുന്ന കാര്യമല്ല. വിശേഷ്യ ആ ഏജ് ഗ്രൂപ്പിൽ കുട്ടി എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വാംശീകരിക്കേണ്ടതാണ്. അപ്പോൾ 8, 9, 10 കൊല്ലം, 3 കൊല്ലം നല്ല മെൻറ്റർമാരുടെ കൂടെ, നല്ല അധ്യാപകരുടെ കൂടെ, നല്ല ജീവിത സാഹചര്യത്തിൽ ശാന്തമായി, ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോകാതെ, പരിധി വിട്ട കളികളിൽ അല്ലെങ്കിൽ ആഹ്ലാദങ്ങളിൽ പങ്കെടുക്കാതെ പാകത്തിന് കുട്ടി പഠിക്കുകയും പാകത്തിന് കുട്ടി ജീവിത ആസ്വാദനങ്ങൾ, കളിയും ചിരിയും മറ്റുമൊക്കെ അനുഭവിക്കുകയും കൂടുതൽ പഠിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പ്ലാൻ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനുള്ളത് എന്ന് കുട്ടി തിരിച്ചറിയേണ്ടത് പോലുമില്ല. അങ്ങനെ തിരിച്ചറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ കുട്ടി ജീവിക്കുന്നു. ആ ജീവിതത്തിൽ കുട്ടി ഒരുപാട് മൂല്യങ്ങൾ സ്വാംശീകരിക്കുന്നു, നല്ല പാഠങ്ങൾ കുറേ അധികം പഠിക്കുന്നു. അതിന് പഠിക്കുക എന്ന ഭാവം ഉണ്ടാവില്ല, ജീവിതത്തിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുക എന്ന ഭാവം മാത്രമേ അതിനുണ്ടാവുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കുട്ടികൾക്ക് ഭാഷകൾ പഠിക്കാൻ കൂടുതൽ പറ്റും. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോഴാണ് മാതൃഭാഷ പഠിക്കുന്നത്. ഇനി ആ സമയത്ത് മാതൃഭാഷയ്ക്ക് പുറമെ മറ്റു ചില ഭാഷകളൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ കൗതുകത്തോടെ കുട്ടികളത് പഠിക്കും. നമുക്ക് കുട്ടികളെ അറബി പഠിക്കേണ്ടതുണ്ട്, ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട്. കാരണം അതൊരു ലോകഭാഷയാണല്ലോ. ഇപ്പോൾ ലോകക്രമം തന്നെ മാറാൻ പോവുകയാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം വന്നത് ലോകക്രമം നിയന്ത്രിക്കുന്നത് ആ ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ടാണ്.
ഇനി മറ്റു ചില ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ലോകം നിയന്ത്രിക്കുന്ന കാലം വരികയാണ്. അപ്പോൾ അവരുടെ ഭാഷയ്ക്ക് പ്രസക്തി വരും. അത് മുൻകൂട്ടി കണ്ട് കുട്ടികൾ ഓഫ് കോഴ്സായിട്ട് മറ്റു ഭാഷകളൊക്കെ പഠിക്കുകയാണെങ്കിൽ ജോബ് മാർക്കറ്റിലൊക്കെ അവർക്ക് കൂടുതൽ ഗ്രിപ്പ് കിട്ടും. അതിനൊക്കെയുള്ള പരിമിതമായ സൗകര്യം നിലവിലുണ്ട്. ഇപ്പോൾ സൗകര്യങ്ങൾ കരിക്കുലം തന്നെ കൂടുതലായിട്ട് ഒരുക്കുകയാണ്. അപ്പോൾ അറബി പഠിക്കാൻ പറ്റുന്നു, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നു, കുട്ടി ചൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷ പഠിക്കാൻ പറ്റുന്നു. പിന്നെ മൊത്തത്തിൽ ഒരുപാട് ധർമ്മപാഠങ്ങൾ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വാംശീകരിക്കാൻ കുട്ടിക്ക് പറ്റുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രം, ഇസ്ലാമിൻ്റെ മഹാപുരുഷന്മാരുടെ ജീവിതം ഒപ്പിയെടുക്കുന്ന റഖായിഖ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ദർപ്പണങ്ങൾ ഒക്കെ അവർക്ക് അവിടെ നല്ല രീതിയിൽ കിട്ടുകയാണ്. അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിൽ ആഹ്ലാദത്തിൽ കളിച്ച് ചിരിച്ച് അറിയാതെ പഠിച്ച് നല്ല ഒരു വിദ്യാർത്ഥിയെ, നല്ലൊരു വിദ്യാർത്ഥിനിയെ സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫൗണ്ടേഷൻ. ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചിലത് സ്ഥാപിച്ച് ഉറപ്പിച്ച് കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുറപ്പാടാണ്. ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു പക്ഷേ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇതിൽ കൂടുതൽ പഠിക്കാനുള്ള ശേഷി ഉണ്ടാകും. അങ്ങനെ നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. പലപ്പോഴും പഠിക്കാൻ പറ്റാത്തവരെന്ന് പറയുന്നവർ പഠിക്കാൻ പറ്റാത്തവരായതുകൊണ്ടല്ല അങ്ങനെയാകുന്നത്. അവർക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പഠിക്കാനുള്ള വല്ലാത്ത ശേഷി, അനന്തമായ ശേഷി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് അവനിൽ കുടികൊള്ളുന്നുണ്ട്. അവനത് തിരിച്ചറിഞ്ഞിട്ടില്ല, അധ്യാപകരും രക്ഷിതാക്കളും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ പഠിതാക്കളെ തിരിച്ചറിയാനുള്ള, നമുക്ക് തിരിച്ചറിയാനുള്ള, അവർക്ക് തിരിച്ചറിയാനുള്ള ചില പരിപാടികളും പദ്ധതികളുമാണ് നടപ്പാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരുപാട് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കാൻ പറ്റുമ്പോൾ അവർക്ക് ആഴത്തിലുള്ള ഇസ്ലാമിക പാണ്ഡിത്യ സമ്പാദനത്തിലേക്ക് കടക്കാൻ പറ്റും. നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രൈം ഡിഗ്രി ഉണ്ട്. ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രേഷ്ഠമായ വരേണ്യമായ ഇസ്ലാമിക പഠനമാണ് പ്രൈം ഡിഗ്രി ലക്ഷീകരിക്കുന്നത്. ഈ പ്രൈം ഡിഗ്രിക്ക് സ്വാഭാവികമായിട്ട് വലിയ പഠനശേഷിയുള്ള, നല്ല കാര്യക്ഷമതയുള്ള, വലിയ താല്പര്യമുള്ള, വളരെ അനുകൂലമായ സാഹചര്യമുള്ള ആളുകളെ മാത്രമാണ് പരിഗണിക്കുക. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാത്രമാണ് പരിഗണിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യമേ അവരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വലിയ പഠനശേഷി അത് യഥാസമയം തിരിച്ചറിയപ്പെടുകയും ഇങ്ങനെയുള്ള വലിയ പഠനങ്ങൾക്ക് ഞങ്ങൾ പ്രാപ്തരാണ് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ സ്വാഭാവികമായി കണിശമായ സ്ക്രീനിങ്ങിലൂടെ അവരെ തിരിച്ചറിഞ്ഞ് മാത്രമാണ് പ്രൈമിന് പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു റൂട്ട് ഫൗണ്ടേഷനിലൂടെ പ്രൈമിലൂടെ വരുമ്പോൾ ഈ കോഴ്സ് ഇതൊരു 25 കൊല്ലമായി നിലനിൽക്കുകയാണ്. ഈ കോഴ്സ് ലക്ഷീകരിക്കുന്ന വലിയ ഇസ്ലാമിക പണ്ഡിതന്മാരെ, ദാർശനികന്മാരെ, ദിഷണാശാലികളെ കണ്ടെത്തുക എന്ന ഈ വലിയ ലക്ഷ്യം ഇങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന തിരിച്ചറിവിലാണ് ഈ ഒരു മാർഗം. എന്നാൽ ഈ ഇസ്ലാമികമായ പഠനം അത് ഈ പറഞ്ഞ അളവിലുള്ള വലിയ വരേണ്യത അത് മാത്രം ലക്ഷീകരിച്ചു കൊണ്ടുള്ളതാകാനും പാടില്ല. കാരണം പ്രൈം വഴിയൊക്കെ കടന്നു വരുന്ന ആഴത്തിൽ ഇസ്ലാമിക ജ്ഞാനം നേടിയിട്ടുള്ള ദിഷണാശാലികളായ, വാഗ്മികളായ, പ്രഗത്ഭരായ ആളുകളെ മാത്രം സൃഷ്ടിക്കപ്പെട്ടാൽ പോരല്ലോ. സ്വാഭാവികമായിട്ട് ഇസ്ലാമിക അറിവുകൾ ആവശ്യത്തിന് പാകത്തിന്
നേടിയിട്ടുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം ജീവിക്കാൻ പാകത്തിന് നേടിയിട്ടുണ്ട്. സമന്വയം എന്ന് നമ്മൾ പറയുമ്പോൾ ആ വാക്ക് തന്നെ പറയുന്നത് പോലെ സമമായിട്ട് ഭൗതിക വിദ്യാഭ്യാസവും ദീനീ വിദ്യാഭ്യാസവും അന്വയിപ്പിച്ചുകൊണ്ടുള്ള അഡ്വാൻസ്ഡ് കോഴ്സ് അത് കുറേയും കൂടി പോപ്പുലറായിരിക്കും, ജനകീയമായിരിക്കും. അതും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ. ജീവിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ. കാലത്തിനനുസരിച്ച് നമ്മൾ കോലപ്പെടുകയാണ്. അപ്പോൾ പെട്ടെന്ന് ജീവിതത്തിലേക്ക് എടുത്തു ചാടണം, സ്വയം പര്യാപ്തത വേണം, ആരെയും ആശ്രയിക്കാതെ തന്നെ പരമാവധി പിടിച്ചു നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന പുതിയ തലമുറ. ആ പുതിയ തലമുറക്ക് വാഗ്ദാനമായിട്ട് ആഡ് ഓൺ കോഴ്സുകൾ ധാരാളമായി പ്രദർശിപ്പിക്കാനാണ് പ്ലാൻ. ആഡ് ഓൺ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് വിദ്യാർത്ഥികളാണ്. സർവ്വസാധാരണമായി യുവാക്കളെ ആകർഷിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ മാക്സിമം ശേഖരിച്ച് ഒരു ഡിഷ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെക്കും. അവർക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു വിദ്യാർത്ഥി കൂട്ടത്തിന് സിസ്റ്റം പ്രദർശിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിർദ്ദേശങ്ങൾ വെക്കാൻ പറ്റുമെങ്കിൽ ഇത് നിർദ്ദേശിക്കാവുന്നതാണ്. സിസ്റ്റം കണക്കാക്കുന്ന ചട്ടക്കൂടിൽ അത് പ്രദർശിപ്പിക്കാൻ പറ്റുമെങ്കിൽ, അതിന് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം, അതിന് വിരോധമില്ല. ചുരുക്കത്തിൽ ജീവിതത്തെ നേരെ ചൊവ്വെ കാണാനാണ് സിസ്റ്റം വിചാരിക്കുന്നത്. വലിയ പണ്ഡിതന്മാരുണ്ടാകണം, ഇസ്ലാമിക ബോധം വേണം, അതൊക്കെ ശരി തന്നെയാണ്. ജീവിക്കുക കൂടി വേണമല്ലോ. യുവാക്കളെ പുതിയ കാലത്തിൻ്റെ തേട്ടങ്ങൾ അനുസരിച്ച് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഒപ്പം നിർത്താനും അങ്ങനെ അവരെ പാകപ്പെടുത്തി ഇസ്ലാമിക പ്രവർത്തനത്തിന് സജ്ജീകരിക്കാനും തന്നെയാണ് പ്ലാൻ. ഒരിക്കലും ഇസ്ലാമിക പ്രബോധനം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ആളുകൾ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഭാഗമാകേണ്ടതില്ല. അവർ ജീവിക്കുകയാണ്, എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കുകയാണ്. അതിനു വേണ്ട വഴികൾ അവർ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. നമ്മൾ അവർക്ക് കൂടുതൽ ഭാവന കൊടുക്കുകയാണ്, സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ ഇവരുടെയൊക്കെ വഴി മാറിപ്പോകും, അവർ നമുക്ക് നഷ്ടപ്പെടുമെന്ന ഭീതിയൊന്നുമില്ല. മനുഷ്യൻ മാന്യമായിട്ട് ജീവിക്കുന്നു, മാന്യമായിട്ട് തൊഴിൽ ചെയ്യുന്നു, സമ്പാദിക്കുന്നു. വല തൻസ നസീബക മിന ദുനിയ. ദുനിയാവ് പറ്റ മറക്കണമെന്നൊന്നുമില്ലല്ലോ. ദുനിയാവിൻ്റെ ശത്രുവൊന്നുമല്ല ഇസ്ലാം. അപ്പോൾ എല്ലാവരെയും പോലെ ജീവിച്ച് എല്ലാവരെയും പോലെ ജീവിത മാർഗങ്ങൾ കണ്ടെത്തി അങ്ങനെ അന്തസ്സും ആഭിജാത്യവും ആർജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ തലമുറ അങ്ങനെയാണ്. അപ്പോൾ അവരെ ഉൾക്കൊണ്ട് അവരെ ഒപ്പം നിർത്തി അവരുടെ അന്തരീക്ഷങ്ങളെ ഇസ്ലാമിന് അനുഗുണമാക്കി തീർക്കുന്ന ഒരു ഫിലോസഫി ക്രിയേറ്റ് ചെയ്യാനാണ് പ്ലാൻ. അവരെ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ആളുകൾ, ഇസ്ലാമിക പണ്ഡിതന്മാർ എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന, ഒന്നിനോടും ഒത്തുപോകാത്ത ഒറ്റപ്പെട്ട ഒരു കൂട്ടർ എന്ന കാഴ്ചപ്പാട് ഇല്ല. പ്രവാചകന്മാരുടെ ജീവിതം ഈ യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയൊക്കെ ജീവിതം ഈ യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മഹാന്മാരായ ഇമാമിയങ്ങൾ അവരൊക്കെ അറിയപ്പെട്ട് കൊണ്ടിരിക്കുന്നത് തന്നെ അവരുടെ തൊഴിലിൻ്റെ പേരിലാണ്. നജ്ജാറും ബന്നാനിയും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. റളിയല്ലാഹു അൻഹും ജമീഅൻ. ധാരാളം പണ്ഡിതന്മാർ ഇമാമിയങ്ങളുണ്ട്, കച്ചവടക്കാരുണ്ട്, എല്ലാത്തരം കച്ചവടത്തിലും ഏർപ്പെട്ട ആൾക്കാരുണ്ട്, എല്ലാത്തരം വൈദഗ്ധ്യങ്ങളിലും തൊഴിലുകളിലും ഏർപ്പെട്ട ആൾക്കാരുണ്ട്. അവരൊക്കെ മഹാപണ്ഡിതന്മാരും ഇമാമിയങ്ങളുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലം നമ്മൾ സ്വപ്നം കാണുന്നതിൽ ഒരു തെറ്റുമില്ല. അതിനൊക്കെ ഉതകുന്ന പറ്റുന്ന തരത്തിലുള്ളതാണ് ഈ മാറ്റം എന്ന് വിനീതമായിട്ട് വിചാരിക്കുന്നു.
പഠിതാക്കളുടെ ഇസ്ലാമിക പഠന മണ്ഡലം തേടി വരുന്ന ആളുകളുടെ ടേസ്റ്റുകൾ, അഭിരുചികൾ മാനിച്ച് അവർക്ക് പരമാവധി പറ്റുന്നത് കൊടുക്കാനാണ് ശ്രമം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആളുകൾക്കിടയിൽ അവതരിപ്പിക്കണം. അപ്പോൾ അത് ആളുകൾ ഇന്നും വിചാരിക്കുന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗമാണോ അത് വേറെ ഒരു കൂട്ടർക്കുള്ളതാണ്. വേറിട്ടൊരു കൂട്ടരാകാൻ വിചാരിക്കുന്നവർ മാത്രമേ അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടതുള്ളൂ. ഈ തീരുമാനം തിരുത്തപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ആശ്വാസം പറയുന്നത്, ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്നത്, ഓഫ് കോഴ്സുകൾ കൊടുക്കുന്നത്, യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഉദാരത കാണിക്കുന്നത്, അതുപോലെ വർക്കിംഗ് ഡേയ്സിൻ്റെ കാര്യത്തിൽ ഉദാരത കാണിക്കുന്നത്. അപ്പോൾ സർക്കാർ പൊതു അവധികളൊക്കെ ഉണ്ട്. ആ അവധികളൊക്കെ സമന്വയമാകുമ്പോൾ ഒരു സമയത്തിൻ്റെ കുറവ് സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നാലും പരമാവധി അതൊക്കെ മാനിച്ച് എല്ലാവരും എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ ദീൻ പഠിക്കുന്ന ഈ കുട്ടികളും ജീവിക്കുക. ഏതാണ്ട് എല്ലാവരും എങ്ങനെയൊക്കെയാണ് വസ്ത്രം ധരിക്കുന്നത്, എന്താണ് അവരുടെയൊക്കെ ചേരും കോലവും, അതൊക്കെ മാനിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ആരോ ബഹുമാനപ്പെട്ട ഇമാമിനോട് ചോദിച്ചു, ദീൻ പഠിക്കാൻ പോകുന്ന കുട്ടി നാട്ടിൽ വന്നാൽ നാട്ടിലെ വേഷമാണ് ധരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി, അവന് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നവരുടെ വേഷത്തിലാണല്ലോ, അവന് പഠിക്കുന്നവരിൽ ഒരുവനാണല്ലോ. അപ്പോൾ അത് ശരിയാണ്. നാട്ടിൽ വരുമ്പോൾ അവൻ്റെ നാട്ടിൽ അവൻ്റെ വീട്ടുകാരും മറ്റും ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്നു. അവൻ നാട്ടിൽ വീട്ടിൽ ഒരംഗം തന്നെയല്ലേ, പിന്നെന്താണ് അതിൽ തെറ്റ്? അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ വലിയ മാറ്റമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പാൻറ് ആകാം എന്ന് പറയുമ്പോൾ അതൊരു മഹാപാതകമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. വാസ്തവത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് എന്ന് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ പാൻറ് പറയപ്പെട്ടിട്ടുണ്ട്. തഫ്സീറുൽ ഖുർത്തുബി ഒക്കെ റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പാൻറ്റിൻ്റെ തുണി സ്വർഗത്തിൽ നിന്നാണ് വന്നത്. അത് ഇബ്രാഹിം നബിക്ക് തയ്ച്ച് തുന്നിക്കൊടുത്തത് സാറാ ബീവിയാണ് ഒക്കെ കിതാബുകളിൽ കാണുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് അത് നല്ല വസ്ത്രമാണ്, ഇഷ്ടമാണ് എന്ന കാഴ്ചപ്പാട്, ഇഷ്ടമായിരുന്നു, നല്ല വസ്ത്രമാണെന്ന കാഴ്ചപ്പാടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നാട്ടുകാരെ ഒക്കെ തെറ്റുകാരും നമ്മൾ മാത്രം ശരിയും, നമ്മുടെ ശരി പിന്നെ ഒരു അവസാനത്തെ ശരി, ആ ശരിക്ക് ഒപ്പം നിൽക്കാത്തവരൊക്കെ ആത്യന്തികമായി തെറ്റിൽ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾക്ക് പരമ്പരാഗത പണ്ഡിത വേഷം ധരിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പണ്ഡിതന്മാർ ചെയ്യാറുള്ളതുപോലെ പാൻറ് ധരിക്കാം, മാന്യമായിട്ട് വസ്ത്രം ധരിക്കാം. ഓരോ കാലത്തിൻ്റെയും വസ്ത്രം അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ആ കാലമുണ്ടാക്കുന്ന മാനദണ്ഡമാണല്ലോ. ചുരുക്കത്തിൽ ഈ സംവിധാനത്തിലേക്ക്, ഈ കോഴ്സിലേക്ക് നമ്മൾ പഠിതാക്കളെ, വിദ്യാർത്ഥിനികളെ ക്ഷണിക്കേണ്ടത് നമ്മുടെ സ്വന്തം തിരിച്ചറിവിലും ആത്മവിശ്വാസത്തിലുമാണ്. സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അത് കേരളം ഏറ്റെടുത്തതായിരുന്നു. ഇപ്പോഴും കൂടുതൽ ആർജവത്തോടെ കേരളം ഈ പുതിയ സമയത്ത് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ സിസ്റ്റത്തിൽ ഒരു 1/2 ഡസൻ സ്ഥാപനങ്ങൾ പുതുതായിട്ട് ഏകദേശം കടന്നു വന്നു എന്ന് വിചാരിക്കാം. ചില സ്ഥാപനങ്ങൾ നമ്മൾ നേരിട്ടുള്ള ഒരു സ്ഥാപനം തന്നെ ഈ ഇയറിൽ ആരംഭിക്കാൻ, വരുന്ന ഇയറിൽ എന്നർത്ഥം, കഠിന പ്രയത്നത്തിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വലിയ ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഞാൻ ആലോചിക്കുന്നത് ഈ കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ വളരെ ലളിത സുന്ദരമായ ഒരു മാർഗത്തിലേക്കാണ് വിദ്യാർത്ഥി സമൂഹത്തെ ക്ഷണിക്കുന്നത്.
വിദ്യാർത്ഥി സമൂഹത്തിന് ഇവിടെ രണ്ട് നേട്ടങ്ങളുണ്ടാകുന്നു. വലൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ, ഈടുറ്റ നേട്ടം ഉഖ്റവിയായ നേട്ടമാണ്. അത്യുത്തമ നേട്ടം ഉഖ്റവിയായ നേട്ടമാണ്. അത് നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള വിദ്യാഭ്യാസം, അതിനു വേണ്ട അന്തരീക്ഷം അത് നമ്മൾ നൽകുന്നു. ആ രീതിയിലുള്ള മെൻറ്ററിങ്ങും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. രണ്ടാമത്, അറബി ഭാഷയ്ക്ക് ഈ സംവിധാനം അത് ഏത് സ്ട്രീമിലും വലിയ ഊന്നൽ നൽകുന്നുണ്ട്. അറബി ഭാഷ ഒരു ജീവൽ ഭാഷയാണ്. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ തൊഴിൽ രംഗത്ത് പക്ഷേ ഇംഗ്ലീഷിന് മുമ്പ് തന്നെ പ്രസക്തിയുള്ള ഒരു ഭാഷയാണത്. ഇപ്പം നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ പലരും, വലിയൊരു സംഘം ആളുകൾ അറബി ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും അറിയുന്നത് കൊണ്ട് വളരെ സമാധാനത്തിൽ തൊഴിൽ രംഗത്ത് കാലുറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഉയർന്ന തൊഴിൽ സാധ്യത, ദീനിയായിട്ടുള്ള നല്ല ഒരു ജീവിതം, പിന്നെ ഇതിലപ്പുറം എന്താണ് വേണ്ടത്? അത് രണ്ടും സമ്മാനിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇതിപ്പോൾ നമ്മൾ വെറുതെ അവകാശപ്പെടുന്നതല്ലല്ലോ. നമ്മൾ നമ്മുടെ നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്ക് കുറിക്ക് കൊള്ളുന്ന ഒരു മെത്തേഡാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. രണ്ട് ലോകഭാഷകൾ, തൊഴിൽ രംഗത്ത് സാധ്യതകൾ വൻതോതിൽ തുറക്കുന്ന രണ്ട് ഭാഷകൾ. ആ ഭാഷകൾ അത്യാവശ്യം സർക്കാരുകളൊക്കെ അംഗീകരിക്കുന്ന ഡിഗ്രി, അത് കൊമേഴ്സിലാവട്ടെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലാവട്ടെ സയൻസിലാവട്ടെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുന്നു. അപ്പോൾ തൊഴിൽ രംഗം സുരക്ഷിതമാണ്. പിന്നെ ആഖിറ, അതിന് വേണ്ട പഠനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ അത് സുരക്ഷിതമാണോ എന്നുള്ളത് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ അള്ളാഹുവിനെ ആഗ്രഹിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അപ്പോൾ വളരെ സേഫായിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മെത്തേഡിലാണ്, മാർഗത്തിലാണ് നമ്മൾ. ആ മാർഗത്തിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ക്ഷണിക്കാവുന്നതാണ്. പിന്നെ ഈ രംഗം ഇന്നും അടിസ്ഥാനപരമായിട്ട് ചാരിറ്റി കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്. പഠിക്കുന്നവർക്ക് ഫീസ് ബാധകമാണ്. പക്ഷേ അത് അവർക്ക് നൽകപ്പെടുന്നത് അർഹിക്കുന്ന വലിയ ഫീസല്ല, കാര്യങ്ങൾ നടന്നു പോകാനുള്ള നേരിയ ഫീസ്. ബാക്കി ഈ സിസ്റ്റം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. വലിയ സാമ്പത്തിക ഭാരം സ്ഥാപനങ്ങളും സിസ്റ്റവും വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചാരിറ്റി ആയിട്ടാണ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി +2 പഠിക്കുന്നു, ഡിഗ്രി പഠിക്കുന്നു, PG പഠിക്കുന്നു. അതേസമയത്ത് ഭൗതിക +2 പഠിക്കുന്നു, ഭൗതിക ഡിഗ്രി പഠിക്കുന്നു. എത്രയാണ് പഠിക്കുന്നത്? ഇതിനെല്ലാം കൂടി ചിലവ് കണക്കാക്കുകയാണെങ്കിൽ എത്രമാത്രം വേണം? ഒക്കെ നമുക്കറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആ ചാരിറ്റി എന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ വളരെ പരിമിതമായ ബാധ്യതകൾ വിദ്യാർത്ഥി സമൂഹത്തിന് രക്ഷിതാക്കൾക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സിസ്റ്റമാണിത്. ഇത് ഇവിടെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 19 ലോകരാജ്യങ്ങളിൽ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ അലുമിനി പഠിക്കുകയോ പഠിപ്പിക്കുകയോ വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അവരെത്തിപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അവരെത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നേട്ടങ്ങൾ സാങ്കല്പിക നേട്ടങ്ങളല്ല, കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നേട്ടങ്ങളാണ്. അവൻ നേടി, ഇവൻ നേടി, അവൾ നേടി, ഇവൾ നേടി എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നേട്ടങ്ങളാണ്. അപ്പോൾ തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കടന്നു വരുന്നവർ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലാണ് കടന്നു വരേണ്ടത്. മതപഠനത്തിന് ഭൗതിക പഠനമോ ഭൗതിക പഠനത്തിന് മതപഠനമോ തടസ്സമില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ള ആളുകൾ ഈ
സംവിധാനത്തെ തേടി വരുന്നു എന്നത് ഒരു പച്ചപരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തിലേക്കാണ് നമ്മൾ ആളുകൾ ക്ഷണിക്കുന്നത്. നമ്മൾ ആളുകളെ ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ ആയിത്തീരുന്നത് വിദ്യാഭ്യാസ പ്രവർത്തകരാണ്. നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തകരായി തീരുകയാണ്. ഏത് സാഹചര്യത്തിലും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. ആ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ പുറമെ നമ്മൾ വിചാരിക്കുന്നത് ഇത് പരലോകത്തിലേക്കുള്ള പ്രവർത്തനമാണെന്നാണ്. ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹ. ഒരാൾ നന്നാകുന്നത് ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഭേദമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നത് പുറത്തു പോകാതിരിക്കുക എന്നതുകൂടി അതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. വിദ്യാർത്ഥിനികൾ പുതിയ സാഹചര്യത്തിൽ ലിബറലിസത്തിലേക്കും മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ പോകുന്നത് തടഞ്ഞു നിർത്തുക എന്നത് അവരെ ഹിദായത്താക്കലാണ്. ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹ. അപ്പം നിയ്യത്ത് നന്നാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗുണം മറ്റുള്ളവർക്ക് കിട്ടണം എന്ന ഉത്കടമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണം. കൽപ്പിക്കപ്പെട്ടത് കൊണ്ട്, നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ട് ഞാനും പ്രചരണത്തിനിറങ്ങുന്നു എന്ന് വിചാരിച്ചാൽ പോരാ. ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ പരലോകത്തേക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ പ്രചരണത്തിന് ഇറങ്ങേണ്ടത്. തീർച്ചയായിട്ടും ഇത് ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. വഴി മാറിപ്പോകുന്ന ആളുകളെ തടുത്തു നിർത്തി ദീനിൻ്റെ വിജയത്തിൻ്റെ മതത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിങ്കൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അനുവദിക്കപ്പെടുന്ന ലീവ് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കണം. ഇപ്പം തന്നെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴൊക്കെയും നമ്മൾ ചെയ്യണം എന്ന വല്ലാത്ത നിശ്ചയമെടുക്കേണ്ടതാണ്. നമ്മൾ ലീവ് വാങ്ങി നാട്ടിൽ പോവുകയാണ്, എന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ, അതൊരിക്കലും ശരിയല്ലല്ലോ. ഒരാളെങ്കിലും എനിക്ക് ഹിദായത്താക്കാൻ പറ്റണമെന്ന വല്ലാത്ത ആഗ്രഹം, ഈമാനികമായ ആവേശം അത് നമുക്ക് വേണം. നമ്മൾ രാജ്യനിർമ്മാണത്തിൻ്റെ പാതയിലാണ്, സാഹോദര്യത്തിൻ്റെ മാർഗത്തിലാണ്, സഹവർത്തിത്വത്തിൻ്റെ മാർഗത്തിലാണ്, അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ മാർഗത്തിലാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇതിനേക്കാളും മുന്തിയ പണി എന്താണ്? അപ്പോൾ ആ കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അനാവശ്യമായിട്ട് ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊക്കെ പരിഹാരം ഈ അഡ്മിഷൻ വിജയിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് സംശയങ്ങളാണ്. എല്ലാ സംശയങ്ങളുടെയും മറുപടി ഈ അഡ്മിഷനാണ്. ഈ അഡ്മിഷൻ ഒരു സംശയവുമില്ല വിജയിപ്പിക്കുന്നത് വിദ്യാർത്ഥികളാണ്. ശാസ്ത്രീയമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. കഴിഞ്ഞ ചില സമയങ്ങളിൽ അഥവാ ചില വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ആളുകൾ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് പറഞ്ഞതുപോലെ കൂട്ടത്തോടെ വന്നു ഈ കോഴ്സിന് ചേർന്നത്? ഉത്തരം വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിലൂടെ എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ വളരെ അധികം ലഭ്യമാണ്. ധാരാളം കുട്ടികൾ കുടുംബത്തോടെയാണ് വന്നു ചേരുന്നത്. ഒരാൾ വന്നു ചേരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അവൻ്റെ സഹോദരന്മാർ, അവൻ്റെ സഹോദരിമാർ, അവൻ്റെ ബന്ധുക്കളൊക്കെ കൂട്ടത്തോടെ വന്ന് ചേരുകയാണ്. അതുകൊണ്ടാണ് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകൾ വാഫി ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബമാണ്. ഇപ്പം നമ്മളൊരു ഓർബിറ്റിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്, അധ്യാപകരുണ്ട്, സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, അവരുടെയൊക്കെ രക്ഷിതാക്കളുണ്ട്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രക്ഷിതാക്കളുണ്ട്, വെൽവിഷേഴ്സ് ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. ഒരു പക്ഷേ ഈ കുടുംബത്തിൽ പഠിച്ചവർ, മക്കളെ പറഞ്ഞയച്ചവർ, പഠിപ്പിച്ചവർ, സ്ഥാപനങ്ങൾ നടത്തിയവർ, അവരൊക്കെ ആകെ എത്രയാണോ അതിൻ്റെ ഒരുപാട് ഇരട്ടി ഇതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ ഗുണഭോക്താക്കളായിട്ടില്ലാത്ത ധാരാളം ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്.
അവരൊക്കെ ചേരുന്ന വലിയൊരു കുടുംബമാണിത്. ഈ കുടുംബത്തിൻ്റെ പിന്തുണയും ലാളനയും തണലും നമുക്ക് കിട്ടും. അള്ളാഹുവിങ്കൽ നിന്ന് ഖൈറുല്ലക മിനദ്ദുനിയ വമാ ഫീഹാ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതും കിട്ടും. അത് കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. എന്തല്ലന്നി അബ്ദി ബി, അല്ല പറയുന്നത് അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയായിരിക്കും. അള്ളാഹു തരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അള്ളാഹു തരും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. മറ്റു ലക്ഷ്യങ്ങളില്ല, അജണ്ടകളില്ല. വിദ്യാഭ്യാസം, ആളുകളെ വിദ്യാഭ്യാസത്തിലേക്ക്, നന്മയിലേക്ക് ക്ഷണിക്കുക. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു അജണ്ടയില്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു കച്ചവടമല്ല. ഇത് മനുഷ്യന്മാരെ വിദ്യാഭ്യാസം നൽകി അനുഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ അപ്പുറത്ത് ഇതിന് യാതൊരു അജണ്ടയില്ല. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇനിയും അത് ഇൻഷാ അള്ളാഹ് അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ടാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഉള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കേരളീയ മുസ്ലിങ്ങളുടെ നേതൃത്വം ത്യാഗം ചെയ്ത് തയ്യാറായിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മളവരെ സന്തോഷിപ്പിക്കണം. അവരൊക്കെ ആവേശപ്പെട്ട് വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് ധാരാളമായി പഴി കേട്ട് സംവിധാനത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നമ്മൾ കിടന്നുറങ്ങി. ആളുകൾ ആക്രമിക്കുന്നവർ, തെറ്റിദ്ധാരണ മൂലം അരിഞ്ഞില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് മറുപടി കൊടുക്കണം. എങ്ങനെ മറുപടി കൊടുക്കണം? ഇർഫാ ബില്ലത്തിഹി അഹ്സൻ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കേണ്ട മറുപടി, കുട്ടികൾ ഇതൊന്നും അറിയാതെ കൂട്ടത്തോടെ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഒന്ന് ചേരുക, അത് മറുപടിയാണ്. അത് നമ്മുടെ ഒപ്പം നിന്നവരെ, നമുക്ക് തണലേകിയവരെ സന്തോഷിപ്പിക്കലാണ്, അവർക്ക് നൽകുന്ന ശുക്രാണ്. അത് നമ്മൾ ചെയ്യണം. 2 ദിവസം 3 ദിവസം നമുക്ക് അവധി കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളതുകൊണ്ട് അത് ഉപയോഗിക്കൂല? തീർച്ചയായിട്ടും ഉപയോഗിക്കണം. നമ്മൾ സത്യസന്ധരാവണം, സാദിഖീങ്ങളാവണം. നമുക്ക് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണം, അതിനുള്ള മോഹം വേണം. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ കൂട്ടം കൂടി നമ്മുടെ ഓർബിറ്റുകളിൽ സംഘം ചേർന്ന് ഒന്നിച്ച് പ്ലാൻ ചെയ്ത് SSLC കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ഒക്കെ കണ്ട്, പരമാവധി കണ്ട്, ഇതെന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒന്നും സ്ഥൂരീകരിച്ച് പറഞ്ഞു കൊടുക്കണ്ട, ഇല്ലാത്തതൊന്നും പറഞ്ഞു വലുതാക്കണ്ട, ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി. അതിഭാവുകത്വങ്ങളൊന്നും വേണ്ട, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കൊക്കെ തന്നെയും ധാരാളമായിട്ട് പറയാൻ പറ്റുമല്ലോ. ആരെങ്കിലും കേട്ട് പറയണ്ട, അവനവനെ കേട്ട് അവനവൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. നമ്മൾ സാധു മനുഷ്യന്മാരാണ്. ഇത് അമാനത്താണ്. ഇന്ന അറളനല്ല അമാനത്ത് അല സമാവാത്തി വല്ല അർദി വൽ ജിബാലി അമലൽ ഇൻസാൻ. നമ്മളത് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ ആത്മാവ് പണ്ട് ഏറ്റെടുത്തതാണ്. നമ്മൾ ആ ഏറ്റെടുത്തതിനോട് നീതി പുലർത്തണമല്ലോ. തവല്ലി യൗമുസ്സഹഫ് ഏറ്റെടുത്തതിൻ്റെ ശേഷം പിന്നെ പിന്തിരിഞ്ഞോടുക എന്ന് പറയുന്നത്, അത് ചെയ്ത കർമ്മങ്ങളെ മുഴുവൻ നിഷ്ഫലമാക്കുന്ന 7 പാപങ്ങളിൽ പെടും എന്ന് വിചാരിച്ചിട്ട് ചെയ്യല്ലേ. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നമ്മുടെ ഈ സിസ്റ്റം എല്ലാവർക്കും അറിയാം, അലുമിനിക്ക് പ്രത്യേകിച്ച് അറിയാം. നിങ്ങളിൽ മുതിർന്ന ആൾക്കാർക്ക് ഞാൻ അതറിയാൻ പോവുകയാണ്. നിങ്ങൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായി കഴിയുകയാണെങ്കിൽ, കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചുമതലകൾ വഹിക്കുന്ന ഒരു ഫാക്കൽറ്റി ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കിട്ടൂല. ഒരുപാട് പിൻവാതിലിലൂടെ നേടിയെടുക്കാൻ പറ്റൂല. ഒക്കെ കൃത്യമായി സത്യസന്ധമായി അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. കഷ്ടിച്ച് മഷ്ടിച്ച് എന്തെങ്കിലും എല്ലായിടത്തുള്ളതുപോലെ കിട്ടുന്നത് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പരമസാത്വികന്മാരാണ് ഇത് ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഈ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ വലിയ പ്രശസ്തനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി ET അവർ പറഞ്ഞില്ലേ, ഗവൺമെൻറ്റിന് പോലും മാതൃകയാക്കാൻ പറ്റുന്ന സംവിധാനമാണെന്ന്. വെറുതെ പറയാൻ പറ്റിയ ഭംഗിവാക്കല്ലല്ലോ അത്. എന്തെല്ലാം ഭംഗിവാക്ക് പറയാം, അതൊരു പോയിൻ്റാണല്ലോ പറയണത്. അപ്പോൾ അത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? വലിയ പരീക്ഷാ ഭവൻ, വലിയ അഡ്മിനിസ്ട്രേഷൻ, അതിനൊക്കെ 100 കണക്കിന് ആളുകൾ ഒന്നുമില്ലല്ലോ. 100 കോളേജിൻ്റെ അടുത്തുണ്ടായിരുന്നു. UGC പണ്ട് പറഞ്ഞിട്ടുണ്ട് 100ൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി വേണം. ഇനി 100 കടന്നാൽ നമ്മൾ അപ്പം ആ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കേണ്ടി വരും. അത്ര വൈപുല്യത്തിലേക്ക് നമ്മൾ പോയി.
പിന്നെ അത് തിരമാല മാതിരിയാണ്, ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് വരും. എന്ന മാതിരിക്ക് ഇപ്പം ഒന്നുണ്ട് പിന്നോട്ട് അടിച്ചെങ്കിൽ അത് വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ശീഘ്രം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇവിടെ ഇൻഷാ അല്ലാഹ് കാണാൻ പോവുകയാണ്. വരും വർഷങ്ങളിൽ ഇത് വീണ്ടും വലിയ നിറവിലേക്കും തികവിലേക്കും വരാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ലക്ഷണങ്ങളുണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല, ഞങ്ങളിത് 10-25 കൊല്ലമായിട്ട് ഇതിൻ്റെ ഉത്ഥാന പതനങ്ങൾ കണ്ട ആൾക്കാരാണ്, ഞങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? സാത്വികന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ, ഞാനൊരീതും ഇൻകും ജസാഅൻ വലാ ശുക്കൂറ, പ്രതിഫലവും വേണ്ട നന്ദിയും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. വാസ്തവത്തിൽ ചെറുപ്പക്കാരുടെ ഈ കൂട്ടത്തെ കേരളീയ മുസ്ലിം സമൂഹം, മുഖ്യധാര മുസ്ലിം സമൂഹം, സുന്നി സമൂഹം എത്രമേൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കാരണം എത്രമേൽ വലിയ ഉത്കൃഷ്ടമായ കാര്യമാണ് അവർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തത്. ഉള്ളിലെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഏതോ മൂലകളിൽ പോയി ഒതുങ്ങിയിരുന്ന കാര്യങ്ങളായിരുന്നു. വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് എവിടൊക്കെ പോയി ഒതുങ്ങിയ കാര്യമായിരുന്നു. ഇന്നത് സാർവത്രികമായി മുഖ്യധാരയിലത് വന്നു. നമ്മുടെ ക്യാമ്പസുകൾ, ഇന്ത്യയിലെ വലിയ ക്യാമ്പസുകൾ എവിടെ ചെന്നാലും ഇപ്പോൾ 19 ലോകരാജ്യങ്ങൾ ഇന്ത്യൻ്റെ പുറത്ത് ചെന്നാൽ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരെ കാണുകയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണല്ലോ. ഇതൊക്കെ തന്നാലെ ഉണ്ടായതാണോ? മനുഷ്യപ്രയത്നം കൊണ്ട് ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന് പറഞ്ഞ മാതിരി നിസ്വാർത്ഥമായി മനുഷ്യൻ കുറേ ചെറുപ്പക്കാർ പ്രവർത്തിച്ചതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവരെ പ്രോത്സാഹിപ്പിച്ചു, അവരെ കൂടെ നിന്നു, പ്രായം കൊണ്ടുള്ള ആ എന്തോ ഒന്ന് അത് വെച്ച് അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തു. ചെയ്തത് ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് കേരള മുസ്ലിങ്ങളുടെ കടമയാണ്, സുന്നി സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ WSF ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ചെറിയ അറിവിൽ ഇത്ര സുശക്തമായ ഒരു വിദ്യാർത്ഥി സമൂഹം ഒരുപക്ഷെ കേരളത്തിലുണ്ടാവില്ല. ഒച്ചപ്പാടല്ല ഞാൻ പറയുന്നത്, ഉയർന്ന ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്ന സെമിനാറുകളും ഫെസ്റ്റുകളും അതുപോലുള്ള പിന്നെ ഭാഷാ ഫെസ്റ്റുകളും എന്തൊക്കെ കാര്യങ്ങൾ, അതിനൊക്കെ സമാനമായിട്ട് ഇവിടെ ആരാ നടത്തുന്നത്? സാമ്പത്തികമായി വളരെ ഭദ്രമായിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ട് പരീക്ഷയുടെ കൂടെ 500 രൂപ അടച്ച് യൂണിയൻ ഫണ്ട് ഒടുക്കി എന്നിട്ട് വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇത്ര വ്യവസ്ഥാപിതമായിട്ട് ഇതൊക്കെ നടക്കുന്നത് വേറെ എത്ര സ്ഥലങ്ങളിൽ കാണും, ഏതൊക്കെ സിസ്റ്റങ്ങളിൽ കാണും? അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, സുന്നി കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നും അഭിമാനം കൊള്ളാവുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ പൂർവികരുടെ വഴിയിലാണ്, കണ്യത്തുസ്താദിൻ്റെ വഴിയിലാണ്, കുത്തുബി തങ്ങളുടെ വഴിയിലാണ്, അബ്ദുൽ ബാരി അവരുടെ റളിയല്ലാഹു അൻഹും ജമീഅൻ അവരൊക്കെ വഴിയിലാണ്, EK ഉസ്താദിൻ്റെ വഴിയിലാണ്, കൊട്ടുമല ഉസ്താദിൻ്റെ വഴിയിലാണ്, വാണിയമ്പലം ഉസ്താദിൻ്റെ വഴിയിലാണ്. കടുക്കിട അവിടുന്ന് തെറ്റിയിട്ടില്ല. നമ്മൾ ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ബാഫക്കി മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ വഴിയിലാണ്, ബാഫക്കി തങ്ങളുടെ വഴിയിലാണ്, പൂക്കോയ തങ്ങളുടെ വഴിയിലാണ്, ഷിഹാബ് തങ്ങളുടെ വഴിയിലാണ്, ഉമർ അലി തങ്ങളുടെ വഴിയിലാണ്, ഹൈദർ അലി തങ്ങളുടെ വഴിയിലാണ്, സാദിഖ് അലി തങ്ങളുടെ കൂടെയാണ്, പാണക്കാട് കുടുംബത്തിൻ്റെ കൂടെയാണ്, മുസ്ലിം പൊതുധാരയ്ക്കൊപ്പമാണ്. ഇനിയിപ്പോൾ എന്താ കുറവ്? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നടക്കേണ്ടത്? അതല്ലേ നടക്കുന്നത്? അപ്പോൾ ഇതിലേറെ ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്ക് യാതൊന്നിനും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വളരെ വിനീതമായിട്ട് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി ഈ ഓർബിറ്റ് തലത്തിൽ ഫീൽഡിൽ ഇറങ്ങാവുന്നതാണ്. നിങ്ങൾ ഒരു നേരത്തെ കഞ്ഞിക്ക് വകല്ല എന്തെങ്കിലും തരണം എന്നല്ലല്ലോ പറയണത്. ഞാനിവിടെ ഇപ്പം മർക്കസിലിരുന്നാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ മർക്കസിൽ നിന്ന് കുട്ടികൾ ഈ ചുറ്റുവട്ടത്ത് കോഴ്സ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ എന്താ ഉസ്താദെ പറയാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു വീട്ടിൽ പോയി ബെല്ലടിച്ചാൽ അവിടെയുള്ള വയസ്സായ ആളുകൾ ആരെങ്കിലും ഒരു 10 ഉറുപ്പ്യ ഇട്ട് വരും. അപ്പോൾ നിങ്ങൾ അവരോട് പറയാ, ഞങ്ങൾ 10 ഉറുപ്പ്യ വാങ്ങാൻ വന്നതല്ല, ഒരു 2,50,000 ഉറുപ്പ്യ നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ്. ഒരു വർഷത്തിന് 25,000, ഇവിടെ അന്ന് ഫീസ് മേടിക്കണില്ല. അപ്പോൾ 4 വർഷത്തിന് 1,00,000, 8 വർഷത്തിന് 2,00,000 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 2,00,000 2,50,000 ഉറുപ്പ്യ തരാൻ വേണ്ടി വന്നതാണ്. SSLCക്ക് ശേഷമുള്ള കുട്ടികൾ, ആൺകുട്ടികളുണ്ടോ പെൺകുട്ടികളുണ്ടോ, നിങ്ങളുടെ നാടാണ്, നാട്ടിലെ സ്ഥാപനമാണ്, പറഞ്ഞയക്കണം, 2,50,000 ഉറുപ്പ്യ നിങ്ങൾക്ക് തരും. ശരിയല്ലേ?
അപ്പം നമ്മൾ ആളുകൾക്ക് കൊടുക്കാൻ, വിദ്യാഭ്യാസം കൊടുക്കാൻ, പണച്ചെലവ് ഒഴിവാക്കിയിട്ട് കൊടുക്കാൻ പിന്നെ എന്തെല്ലാം ചെയ്തു. ആരോ തമാശക്ക് ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തത്? ഞാൻ പറഞ്ഞു, പിന്നെ 100 പെൺകുട്ടികൾക്ക് ജീവിതം കൊടുത്തു. കേരളീയ സുന്നി സമൂഹത്തിൽ സ്ത്രീധനം വേണ്ട എന്ന് വെച്ച ആദ്യ സമൂഹം വാഫി സമൂഹമാണ്. ഞാൻ വിനീതമായി വിചാരിക്കുകയാണ്. എന്തായാലും അവരങ്ങനെയാണ്. അവർ ആദ്യ സമൂഹം എന്നുള്ള വാക്ക് വേണമെങ്കിൽ ആരെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. അതുമൂലം എന്താ ഉണ്ടായത്? കോടിക്കണക്കിന് ഉറുപ്പ്യ രക്ഷിതാക്കൾക്ക് കിട്ടി, 100 പെൺകുട്ടികൾക്ക് ജീവിതം കിട്ടി. കൂട്ടത്തോടെ ഫത്ഹുൽ മുഈനും തഫ്സീറും മിഷ്കാത്തൊക്കെ ഓതിയ ആരിമാത്തുണ്ടായില്ലേ? അതൊക്കെ ഈ സമൂഹത്തിലുണ്ടായ മാറ്റമല്ലേ? തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ അർഹിക്കുന്നത് ലാളനയാണ്, തലോടലാണ്, സഹായമാണ്, അംഗീകാരമാണ്, പരിഗണനയാണ്. അത് ഇവിടുന്ന് എത്ര കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നുവോ അതിന് കണക്കാക്കിയിട്ട് അള്ളാഹുവിങ്കൽ നിന്ന് കൂടുതൽ കിട്ടും. അത് ആഗ്രഹിച്ച് രംഗത്തിറങ്ങുക, ഇറങ്ങിത്തിരിക്കുക, പ്രവർത്തിക്കുക. ഒമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, വളരെ വ്യക്തമായിട്ടുള്ള ബലാഗ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കൽ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രോസ്പെക്ടസ് വായിക്കണം, പഠിക്കണം. സംശയങ്ങൾ ഉസ്താദന്മാരോട് അല്ലെങ്കിൽ ഓഫീസിൽ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കണം. എന്നിട്ട് സംശയങ്ങളൊക്കെ നിവാരണം ചെയ്ത് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന് ആർക്കാച്ചാൽ പറഞ്ഞു കൊടുക്കുക. ആണും പെണ്ണും പറഞ്ഞു കൊടുക്കുക, ആണിനും പെണ്ണിനും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ബലാഗ് മുബീൻ നടത്തുക. നമ്മളൊരിക്കലും ഒരു കാലത്തും ഈ കോഴ്സ് പ്രചരിപ്പിക്കുമ്പോൾ മോഹനമായ ഇല്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാറില്ല. പറഞ്ഞ് പിന്നെ ഇൽഹാഹ് എന്ന് പറയും നമ്മൾ അറബിയിൽ, നിർബന്ധിക്കാറില്ല. കാര്യം പറഞ്ഞു കൊടുക്കുക. ഒമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്യാമെന്നത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടക്കണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളോട് ഒരു പക്ഷേ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്കൊരിഷ്ടം വന്നിട്ടുണ്ട്. പഠിച്ച സ്ഥാപനം ഒരിക്കലും ഒരു കുട്ടിക്ക് മറക്കാൻ പറ്റൂല. ഞാൻ ഈ സ്ഥാപനത്തിൽ 33 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. യാതൊരു കാരണവശാലും സ്ഥാപനം മറക്കാൻ പറ്റൂല. ഞാൻ പഠിച്ചത് ഇവിടെയാണെന്ന് എനിക്ക് മറ്റൊരർത്ഥത്തിൽ പറയാം. പഠിപ്പിച്ചത് ഇവിടെയാണെങ്കിൽ ഏതായാലും പഠിച്ചത് ഇവിടെയാണ്. കാരണം പഠിക്കാതെ ഒരാൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നാൽ വല്ലാത്തൊരു കുളിർമയും സന്തോഷമാണ്. സ്ഥാപനങ്ങളുമായി നമുക്ക് അറുത്ത് മാറ്റാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ഊക്കായിട്ട് നടക്കണം. സ്ഥാപനങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കണം. ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അവരുടെ സ്ഥാപനം ഫസ്റ്റ് ഓപ്ഷനായിട്ട് കുട്ടികൾ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാക്കൽ. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം. നിറഞ്ഞു നിൽക്കണം പരിപാടികൾ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്ക് നല്ല ഫലമുണ്ടാക്കണം. നമ്മുടെ പൂർവികർ, നമ്മളെ പിന്തുണച്ച കുറേ ആൾക്കാരുണ്ട്. രക്ഷിതാക്കൾ, അധ്യാപകർ, അവരുടെ കുടുംബം, എല്ലാവരും ചേർന്ന വിശാലമായ വാഫി കുടുംബം. നമുക്ക് ഇങ്ങനെയും ഒരു കുടുംബമാകാം എന്ന് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതാണ്. ആ കുടുംബം ഓർബിറ്റുകളെ അടിസ്ഥാനപ്പെടുത്തി വാഫി കുടുംബം, വാഫി ഫാമിലി അല്ലെങ്കിൽ വാഫി കമ്മ്യൂണിറ്റി ഏതാണ്ട് ഈ വർഷം നമ്മൾ ഫലത്തിൽ നിലവിൽ വന്നിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകണം. ആവേശപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇത് ഒരു ചെറു സംഘത്തിന് പറ്റുന്ന കാര്യമല്ല. പക്ഷേ അള്ളാഹു പൂർവികർ, നമ്മുടെ മഹാന്മാരായ നേതാക്കൾ അവരെയൊക്കെ തന്നു. അവരുടെയൊക്കെ പേരമക്കളിലൂടെ ആത്മാവ് തന്നു, മദത് തന്നു. നമ്മൾ കണക്കുകൂട്ടുന്നതിൻ്റെ അപ്പുറത്ത് ഈ സിസ്റ്റം വലുതായി വളർന്നു, വികസിച്ചു, പന്തലിച്ചു. ഇനി നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്ക് നശിക്കാൻ പറ്റൂല, നശിപ്പിക്കാനും പറ്റൂല. നമുക്ക് നേരെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ആരെന്ത് പറഞ്ഞാലും നമുക്കറിയാലോ ആരൊക്കെയാണ് ഇതിന് പിന്തുണ നൽകിയത് എന്ന്, ആരൊക്കെയാണ് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണ് ഇതിനു വേണ്ടി ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞത്, ആരൊക്കെയാണ് വീട്ടിലുള്ള ആളുകൾ മുഴുവനും പറഞ്ഞയച്ചിട്ട് ഇതിനെ സഹായിച്ചത്. നമുക്കറിയാലോ. നമുക്ക് അവരെയൊക്കെ മറന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? നമുക്ക് അവരൊക്കെ ഓർത്തുകൊണ്ട് അവരൊക്കെ ചെയ്തത് നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ചു കൊണ്ട് ഊക്കിൽ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അതിന് മക്കൾ തയ്യാറാവണം. ആൺകുട്ടികളും പെൺകുട്ടികളും തയ്യാറാവണം.
നമുക്ക് മുന്നോട്ട് പോകണം. ഇൻഷാ അള്ളാ കേരളത്തിലെ സുന്നി പ്രവർത്തകരുടെ ചരിത്രത്തിൽ ഇവിടെ അനാവശ്യമായ ചർച്ചകൾക്കൊന്നും സ്ഥാനമില്ല. അർഹതയുള്ളത് നിലനിൽക്കും, ശരി സംരക്ഷിക്കപ്പെടും, ശരി ഊക്കിൽ മുന്നോട്ട് പോകും എന്ന് കാണിച്ചു കൊടുക്കണം. അതിനുള്ള സന്ദർഭമാണിത്. അനാവശ്യമായ ചർച്ചകളിൽ നൊരയും പതയും ഒലിച്ചു പോകും. എന്നാൽ ഭൂമിയിൽ ആഴത്തിൽ വേര് ഞാത്തിയിട്ടുള്ള വടവൃക്ഷങ്ങൾ പിടിച്ചു നിൽക്കും. ഇതാ പിടിച്ചു നിന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മറുപടി പറയണം. ആരോടും ഒന്നിനും വേണ്ടിയല്ല, അള്ളാഹിൻ്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കാൻ വേണ്ടി, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. നമ്മുടെ പൂർവീകരുടെ ദ്വാ നിങ്ങൾക്കുണ്ട്, അവരത് ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ മദത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ഉറപ്പിൽ, യഖീനിൽ നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ഉന്മേഷം നൽകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. അൽഹംദുലില്ലാഹി റബ്ബനാ അലാ കുല്ലി ഹാലിൻ വനഊദു ബിക മിൻ ഹാലി അഹ്ലിൻ നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിജാഹി സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വബിജാഹി ജമീഇ മശായിഖിനാ വഅസാതീദിനാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.